സോറി സർ, ഇത് സാറ് കരുതുന്ന പോലെ ഒരു സാധാരണ കിഡ്നാപ്പിംഗ് കേസല്ല. അങ്ങനെ തോന്നാൻ? സാറിന് അറിയില്ലേ ആ പഴയ രേണുക മിസ്സിംഗ് കേസ്? യെസ്. അതേ രേണുകയുടെ കുട്ടിയെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. സോ വാട്ട്? കാര്യമുണ്ട് സർ. ആദ്യം രേണുകയെ കാണാതാകുന്നു, തുടർന്നവർ മരിച്ചുവെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. രേണുകയുടെ കൊലപാതകി എന്ന നിലയിൽ ഒരാൾ സ്വയം കുറ്റമേറ്റുകൊണ്ട് രംഗത്ത് വരുന്നു. കോടതി അയാൾക്ക് ശിക്ഷയും വിധിക്കുന്നു. ഒടുവിൽ ഒരു ദിവസം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് അതേ രേണുക മടങ്ങിയെത്തുകയും ചെയ്യുന്നു. യെസ് യെസ്. ദുരൂഹതകൾ പിന്നെയുമുണ്ട് സർ. ഇക്കാലം അത്രയും മകൾ മരിച്ചുവെന്ന് വിശ്വസിക്കാതെ കാത്തിരുന്ന നിർമ്മല ടീച്ചർ, അതായത് രേണുകയുടെ അമ്മ, രേണുകയുടെ തിരിച്ചുവരവിന് തൊട്ടുമുമ്പ് എവിടേക്കോ അപ്രത്യക്ഷയാകുന്നു. പോലീസും മാധ്യമങ്ങളുമൊക്കെ എത്ര ശ്രമിച്ചിട്ടും ഇതുവരെ അവരെക്കുറിച്ച് ഒരു അറിവും കിട്ടിയിട്ടില്ല. ഓ ഐ സി. തീർന്നിട്ടില്ല സർ. ഇതിനിടയിലാണ് രേണുകയുടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുവെന്ന വാർത്ത പ്രചരിക്കുന്നത്. ഒരുപാട് അവകാശികളുള്ളൊരു കുഞ്ഞ്, അതായിരുന്നു അവൾ. ആ കുഞ്ഞാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നത്. യു ആർ കറക്റ്റ് മിസ്റ്റർ രാജ്മോഹൻ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള കേസാണിത്. അതെ സർ. രേണുക മിസ്സിംഗിൽ നിന്നുമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നിഷ്പക്ഷമായ കേസന്വേഷണം നടത്തിയ CI അരുൺകുമാർ സാറിന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലും നേടിക്കൊടുത്തത് ഈ കേസാണ്. എനിക്കും കുറേയൊക്കെ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് സർ. ഐ നോ മിസ്റ്റർ രാജ്മോഹൻ. ഈ കേസിൽ ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെയും സംശയമില്ലാതില്ല സർ. എന്ന് പറഞ്ഞാൽ? ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും സംശയിക്കപ്പെടേണ്ടവർ തന്നെയാണ്. എല്ലാവരെയും എനിക്ക് വളരെ അടുത്തറിയുകയും ചെയ്യാം. അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായല്ലേ? ഇല്ല സർ, അത് കേസ് അന്വേഷണത്തിന്റെ വേഗതയെ കുറയ്ക്കുകയുള്ളൂ. ഈ പരിചയങ്ങളും അടുപ്പവും ഒക്കെ വെച്ചുകൊണ്ട് നിഷ്പക്ഷമായൊരു അന്വേഷണം എനിക്ക് സാധ്യമായില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് സർ ഒരു പുതിയ ആളെ കേസ് അന്വേഷിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. യെസ്, ദാറ്റ്സ് ഗുഡ്. താങ്കൾക്ക് ആരെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? അങ്ങനെയില്ല സർ. പിന്നെ CI ഷാനവാസ് ആയാൽ നന്നായിരിക്കും തോന്നുന്നു. വേണ്ട ഹെൽപ്പെല്ലാം ഞാൻ ചെയ്തു കൊടുത്തോളാം. ഓക്കെ. ഹലോ. ഫിലിപ്പോസോ, താനിത് എവിടെ പോയിരിക്കായിരുന്നോ? കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നു? 2 ദിവസമായിട്ട് തരകൻ സാർ ഇങ്ങോട്ട് വരാറേ ഇല്ല. എന്ന് വെച്ച് ഓഫീസ് കാര്യങ്ങൾ കുഴയ്ക്കാൻ പറ്റൂ? അതിൻ്റെ ഒരു തിരക്കാ ഫിലിപ്പോസെ. ഇക്കണക്കിന് പോയാ തരകൻ സാറ് സ്ഥിരമായിട്ട് വീട്ടിലിരിക്കേണ്ടി വരും. അതെന്താടോ? അല്ല, ഗുമസ്തം മൂത്ത് വക്കീലാകുമോ എന്നാ എന്റെ സംശയം. പണ്ടേ ഫിലിപ്പോസ് പരിഹസിക്കാൻ മിടുക്കനാണെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ട്. എന്തായി ഫിലിപ്പോസെ കാര്യങ്ങൾ? വല്ല വിവരമുണ്ടോ? വിവരമുണ്ടോന്നോ? എന്താടോ? അപ്പോ താനൊന്നും അറിഞ്ഞില്ലേ? അല്ല, അപ്പോ താൻ എന്തൊക്കെ അറിഞ്ഞത്? താനെന്താടോ ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? ഞാൻ സീരിയസ് ആയിട്ടാ രാമേഷന. താൻ കാര്യം പറ. എന്തൊക്കെയാ താൻ അറിഞ്ഞത്? ഏടോ, താൻ എന്തിനാ എൻ്റെ മുമ്പിൽ ഈ നാടകം കളിക്കുന്നത്? ആ കൊച്ചിനെ കാണാതെ പോയ വിവരം താനും അറിഞ്ഞതല്ലേ? തൻ്റെ അനാഥാലയത്തിൽ നിന്നല്ലേ ആ കുഞ്ഞിനെ തരകൻ സാറിൻ്റെ മോള് ക്ലാര ദത്തെടുത്ത് വളർത്തിയത്? സംഗതിയൊക്കെ ശരിയാ. ആ കൊച്ചിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കണമെന്ന് തനിക്ക് വല്ല ഊഹമുണ്ടോ? അയ്യോ, എനിക്കൊന്നും അറിയില്ലേ. ഞാൻ വെറും ഒരു ഗുംസനാ. ഇനി ഓരോന്ന് ഊഹിച്ച് പറഞ്ഞിട്ട് വേണം ഞാൻ പുലിവാലി പിടിക്കാൻ. എന്താടോ താൻ അടക്കം പറയുന്നത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. താൻ തരകൻ സാറിന്റെ അടുത്ത ആളല്ലേ? ഏകദേശ കാര്യങ്ങൾ തനിക്കും അറിയാതിരിക്കുമല്ലോ. കുറച്ചു നാള് ഞാൻ ഈ പണി ചെയ്തതാ. മടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. പാവം മദർ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്രയും വേഗം ആ കുഞ്ഞിനെ കണ്ടുപിടിച്ചില്ലെങ്കിലേ എന്റെ കാര്യം പോക്ക രാമേഷ. താനൊന്ന് പോകുന്നുണ്ടോ? എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഞാനങ്ങ് പൊയ്ക്കോളാം. താൻ കാര്യം പറ. സ്നേഹക്കുഞ്ഞിനെ തരകൻ സാറും ശ്യാം സാറും ചേർന്നല്ലേ ഒളിപ്പിച്ചിരിക്കുന്നത്? എന്താടോ, തരകൻ സാറിന് ശ്യാം സാറോ? താൻ പോടോ. ഓരോരുത്തന്മാർ ഇറങ്ങിക്കൊള്ളും ഓരോ ഊഹങ്ങളുമായിട്ട്. എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ കഞ്ഞൂണി മുട്ടിക്കാനുള്ള പണിയാ. അങ്ങനെ ആ വഴിയും അടഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. ആ വരൂ ശ്യാം, ഇരിക്കെ.
എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? ശ്യാം, ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനല്ല. CA ഷാനവാസനാണ് അതിന്റെ ചുമതല. അയാൾ ശ്യാമിനെ വന്ന് കാണും. സാർ എന്താ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ കാണാതായിട്ട് ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞു. കേസ് ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. പക്ഷെ ഇതുപോലെ ഒരു ചെറിയ സൂചന പോലും നിങ്ങൾക്ക് കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞാൽ? ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണോ ശ്യാം പറയുന്നത്? സർ, കാണാതായിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞിരുന്ന നേരം കളയേണ്ട സാഹചര്യം അല്ലിത്. ശ്യാമിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ശ്യാമിനെ പോലെ ടെൻഷൻ അടിക്കുന്നവർ വേറെയും ഉണ്ട്. ആര്? വേറെ ആർക്കാണ് സാർ ടെൻഷൻ? കാണാതായിരിക്കുന്ന എന്റെ കുഞ്ഞിനെയാണ്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, എനിക്കറിയാം. സാറും ഇപ്പൊ അവരുടെ പക്ഷത്താ. ഇന്നലെ രാത്രി ഞാൻ സാറിനെ കാണാൻ വന്നപ്പോൾ മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നതാ. സാറിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ. എന്തിന്? ഒക്കെ ശ്യാമിന്റെ വെറും തോന്നലുകളാ. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞല്ലോ ശ്യാം, അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. കുഞ്ഞ് ഈ ഡിസ്ട്രിക്ട് വിട്ട് ദൂരെ എങ്ങോട്ടും പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് സാർ കാര്യം? നിങ്ങളിങ്ങനെ ഒറിയിടാവാതിരിക്കൂ ശ്യാം. കുട്ടി എവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഷുവർ. ഞാൻ പറഞ്ഞില്ലേ സാർ, ക്ലാരയും മദറിനെയും മാത്രമല്ല മറ്റു പലരും എനിക്ക് സംശയമുണ്ട്. ആയിക്കോട്ടെ, ശ്യാമിന്റെ സംശയങ്ങളെല്ലാം CA ഷാനവാസുമായിട്ട് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യണം. അയാൾ ഇപ്പോൾ ചാർജ് എടുത്തിട്ടുണ്ടാവും. ഈശ്വര, പോലീസോ? സാറേ, പോലീസ്. വരൂ സർ. എന്താണോ തന്റെ പേര്? പപ്പനാവൻ. താനിവിടുത്തെ പ്യൂണാണോ? അതെ സാർ. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? സാറ് വരുന്ന കാര്യം പറയാൻ. ഇരിക്കണം സാർ. താങ്ക് യു. കുട്ടി മിസ്സിംഗ് ആണെന്ന കാര്യം ആദ്യം അറിഞ്ഞാരാ? ആയാണ്. അവരെ വിളിക്ക്. ജയ വിളിക്ക്. സാർ. ആ ക്ലാസ് ടീച്ചറെ കൂടെ ശരി സാർ. ഇവിടെ ഇത് ആദ്യത്തെ സംഭവം സാർ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അത്ര കരുതലോടെയാണ് ഞങ്ങൾ കുട്ടികളെ കെയർ ചെയ്യുന്നത്. എന്നിട്ടാവും ഇങ്ങനെ സംഭവിച്ചതല്ലേ? അതാണ് സാർ മനസ്സിലാകാത്തത്. പിന്നെ ഈ സ്കൂളിന്റെ കോമ്പൗണ്ട് വിട്ട് കുട്ടി പുറത്തേക്ക് പോകാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ എവിടെയാ? എല്ലായിടത്തും നോക്കിയല്ലേ? ഓ സാർ. ഈ കോമ്പൗണ്ടിൽ കിണറോ കുളമോ അങ്ങനെ എന്തെങ്കിലും? ഒരു കിണറുള്ളത് നെറ്റടിച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് സാർ. കുട്ടികൾക്കൊന്നും അവിടേക്ക് പോകേണ്ട കാര്യവുമില്ല. കുട്ടികൾക്കല്ലേ പോകേണ്ട കാര്യമില്ലാതുള്ളൂ. അല്ല സാർ, ഞങ്ങൾ ആളെ ഇറക്കി ആ വഴിക്ക് നോക്കാതിരുന്നില്ല. ഈ കൂട്ടത്തിൽ ആരാണ് ജയ? ഞാനാ സാറേ. കുട്ടിയെ കാണാനില്ലെന്ന കാര്യം ജയാണോ ആദ്യം അറിഞ്ഞത്? അതെ. എപ്പോഴായിരുന്നു അത്? സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ കയറ്റാൻ തുടങ്ങുമ്പോഴായിരുന്നു സാറേ. ഇത്രയും കുട്ടികൾക്കിടയിൽ നിന്നും സ്നേഹയാണ് മിസ്സായതെന്ന് ജയ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും എനിക്ക് വ്യക്തമായിട്ട് അറിയാം സാറേ. പിന്നെ സ്നേഹമോളുടെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ഒരു പ്രത്യേക ശ്രദ്ധയും ഉണ്ടായിരുന്നു. കാരണം? ആ കുട്ടിയുടെ അമ്മ അത് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഹോ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഗാർഡിയൻസ് പറഞ്ഞേൽപ്പിച്ച കുട്ടിയെ തന്നെ കാണാതായിരിക്കുന്നു. കൊള്ളാം. ലാസ്റ്റ് അവർ വരെ കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നു സർ.
ലാസ്റ്റ് അവർ ടീച്ചറിൻ്റെതായിരുന്നു. അതെ. ക്ലാസ് കഴിയുന്നവരെ കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് ടീച്ചർക്ക് ഉറപ്പാണ്? അതെ സർ. ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ കാരണം? അടുത്തിരിക്കുന്ന അനഘ എന്ന കുട്ടിയുമായി നെയിം സ്ലിപ്പിന്റെ കാര്യം പറഞ്ഞ് വഴക്ക് കൂടിയതിന് രണ്ടാളെ ഞാൻ എഴുന്നേപ്പിച്ചു നിർത്തിയിരുന്നു. കുട്ടിയെ കാണാതായ ദിവസം പ്രത്യേകിച്ച് വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല സർ, അങ്ങനെ ആരും വന്നതായി ഓർക്കുന്നില്ല. നിങ്ങളോ? ഇല്ല സാറേ, ആരും വന്നതായിട്ട് ഓർക്കുന്നില്ല. ശരി, നിങ്ങൾ പോയിക്കോളൂ. പിന്നെ പിന്നെ ഒരാഴ്ച മുമ്പ് ഒരാൾ വന്നിരുന്നു. ശ്യാമപ്രസാദ് എന്നാണ് പേര് പറഞ്ഞത്. അഡ്വക്കേറ്റ് ആണെന്നും പറഞ്ഞു. അയാൾക്ക് കുട്ടിയുമായുള്ള റിലേഷൻ? ഞാനത് ചോദിച്ചു, പക്ഷെ അയാൾ അതിനൊന്നിനും വ്യക്തമായ ഉത്തരവൊന്നും പറഞ്ഞില്ല. കുട്ടിയെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സംശയം തോന്നിയ ഞാൻ കുട്ടിയുടെ അമ്മയുമായി ഫോണിൽ ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ അയാൾ വേഗം എസ്കേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ വിവരം കുട്ടിയുടെ ഗാർഡിയൻസിനെ അറിയിച്ചില്ലേ? അറിയിച്ചു സാർ. അവർക്കും അയാളെ അറിയാമെന്നാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ തോന്നാൻ കാരണം പറയണം. അത് സ്കൂൾ രജിസ്റ്ററിൽ കുട്ടിയുടെ അമ്മയുടെ പേര് മാത്രം മതിയെന്ന് ആ സ്ത്രീക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഓഹോ, എന്താണ് ആ സ്ത്രീയുടെ പേര്? ക്ലാര തിറകൻ. അഡ്വക്കേറ്റ് ജേക്കബ് തിറകൻ്റെ മകളാണ്. ക്ലാര എൻ്റെ മകളാണ്. അവരിവിടെ ഇല്ലേ? സാറിരിക്കും, ഞാനിപ്പോൾ മോളിക്കുട്ടി